ചേനൂർ കാരിക്കാട്ടുതുരുത്ത് സ്വദേശി വേണു തട്ടശ്ശേരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നിർമ്മിച്ചതിന്റെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ന്യൂസ് 95നോട് പറഞ്ഞു. 16-ാം വയസ്സിൽ ആരംഭിച്ച ക്ഷേത്ര നിർമ്മാണം ഇന്നും തുടരുകയാണ്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി കാണുന്ന രീതിയിലുള്ള ഒരു മുഖപ്പല്ല, അത് സങ്കല്പങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ അതിൻ്റെ മുഖപ്പിൻ്റെ സൂചിയിൽ ചെയ്തിരിക്കുന്നത് 14 സർപ്പങ്ങളാണ്. അപ്പോൾ ഈ 14 സർപ്പങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. ഇവർക്കൊക്കെ അത് കഴിഞ്ഞിട്ട്, ക്ഷേത്ര ഭാരവാഹികൾക്ക് അത് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദ്യങ്ങളുണ്ടായിരുന്നു. 14 സർപ്പങ്ങൾ നിനക്ക് എങ്ങനെ കിട്ടി? അപ്പോൾ ആ സർപ്പങ്ങളുടെ ചോദ്യം ഇതാണ്. അതായത് 17 ലോകങ്ങളെന്നാണ് സങ്കല്പത്തിൽ പറയുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 14 ലോകത്തിൻ്റെയും സർപ്പങ്ങളായിട്ടാണ് ആ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആ 14 സർപ്പത്തിൽ ഒരു സർപ്പമാണ് ശിവലിംഗത്തിൻ്റെ മേളിൽ നിൽക്കുന്നത്. എന്നാൽ ഈ ശിവലിംഗം എന്താണ്? അത് ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയാണ്, മൊത്തം കിടക്കുന്ന ശക്തിയാണ്. എന്നാൽ നാഗത്തിൻ്റെ പവർ അതിന് ഒത്തിരി ഉണ്ട്. ഈ നാഗ പവർ വരുമ്പോഴാണ് ഇവിടെ ഒരു ഭക്തൻ വന്ന് നിന്നാൽ ആ ഭക്തൻ്റെ ദുരിതങ്ങൾ എടുക്കുന്നതാണ് വേളി. അത് ദേവീ സങ്കല്പമാണ്. അപ്പോൾ ആ വേളിയുടെ നാക്ക് ഒത്തിരി നീളമുള്ളതാണ്, സാധാരണ ചെയ്യുന്ന രീതിയിലല്ല പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ വേളിയുടെ നാക്ക് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച്, അതായത് ഒരു മനുഷ്യൻ്റെ ദുരിതം എടുക്കുന്നതാണ് വേളി. അതെടുത്തിട്ട് ദേവിയിലേക്ക് പോകുകയാണ്. ആ സങ്കല്പമായിട്ടാണ് അടിയന് തോന്നിയത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേളി നാക്ക് നീണ്ടു നിന്നിട്ടുണ്ട്. ആ നാക്കിലൂടെ ഇവിടെ വരുന്നൊരു ഭക്തൻ്റെ ദുരിതം മുഴുവനും എടുത്തിട്ട് ദേവിയിലേക്ക് എത്തും. അത് പരമശിവൻ ആയിട്ടിരിക്കുന്ന ആ ശിവലിംഗത്തിൽ നിന്നും അനുവാദത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിനുശേഷം മുരുകനിലേക്ക് വരികയും നമ്മളുടെ ദുരിതങ്ങൾ, നമ്മൾ ഈ നടക്കൽ വന്നിരുന്ന് നട അടഞ്ഞു കിടക്കുന്ന സമയത്ത് നടക്കൽ വന്ന് ഭഗവാനിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ എന്ത് ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ നടക്കൽ വന്ന് ഈ കൊടിമരത്തിൻ്റെ ഈ വിളക്കിൻ്റെ ഇപ്പുറത്ത് നിന്ന് പറഞ്ഞിട്ട് കയറിയാൽ പൂർണ്ണമായിട്ടും മാറ്റിക്കൊടുക്കുന്നൊരിടമാണ്. അതേപോലെ തന്നെ തൊഴിലില്ലാത്ത ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് പറയാണ്, എനിക്കിന്ന് നാളെ തൊഴിലില്ല, എനിക്ക് ജീവിക്കാൻ തൊഴിൽ വേണമെന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല, വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് തൊഴിലുണ്ടാവും. അതിൻ്റെ ഒരു വലിയ ഭാഗമാണ് ഞാൻ. അത് 1-2 പേരാ നമ്മൾ അന്വേഷിച്ച് വന്നിട്ടുണ്ടാവും, ഒരു സംശയമില്ല. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്ന ഭാഗത്തിൽ തന്നെ നാളെ എന്താണെന്നുള്ളതാണ്. പക്ഷെ അന്ന് വരെയും നമ്മൾ ചിന്തിക്കാത്തതിന്. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ പണി കഴിഞ്ഞിട്ട് അടുത്ത ക്ഷേത്രത്തിലേക്ക് ഞാൻ പോവുകയാണ് ചെയ്തത്. അത് എനിക്ക് എല്ലാവർക്കും അറിയാം, ക്ഷേത്രഭാരവാഹികൾക്ക്. അതേപോലെ അവിടെ പണിയുടെ കുറവ് വരെ എനിക്ക് തിരിച്ചെന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുമുണ്ട്. അതാണ് ഒരു 6 മാസം, ഓഗസ്റ്റിൽ 6 മാസം പണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 6 മാസം പണിയില്ലാണ്ട് ഒരു എന്ത് ചെയ്യുമെന്നുള്ളതായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഉപയോഗിച്ചിട്ട് പറഞ്ഞേടാ വെള്ളത്തെ പണി തുടങ്ങാമല്ല, ഒന്നും നേരത്തെ പണ്ടുണ്ടായിരുന്നു. ഉപയോഗിച്ചതിനോട് അനുവാദം ചോദിച്ചപ്പോൾ ആ 6 മാസം എനിക്കിത് പണിയാൻ സാധിച്ചു. കാരണം അത് ഇവരെല്ലാം പ്രതീക്ഷിക്കണതിൽ ഒത്തിരി പൈസ ചിലവ് വരും, പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ വ്യത്യാസമുണ്ട്. ഈ ചെയ്യുന്ന പണികൾക്ക് ക്വാളിറ്റിയാണ് ഞാൻ നിശ്ചയിക്കുന്നത്, പൈസയല്ല. അത് ഒരു കാലത്തും പോകരുത്, ഒരു കാലത്തും അനങ്ങരുത്. സിമെൻറ്റില, മണലില, കമ്പിയില, ആ പണികളുടെ ബലക്കുറവുകളില ഒന്നും ചെയ്യില്ല, വളരെ സ്ട്രോങ് ആയിരിക്കും. ഇവർ ഒരു സമയത്തൊരു ഗുരുബണ്ട കൂടെ പൊളിച്ച് കളഞ്ഞു. ആ പൊളിച്ച് കളഞ്ഞപ്പോൾ അന്ന് ഇവർ വിലയിരുത്തി ഇത് വേറെ സംഭവമാണ്. അത് എൻ്റെ 18-ാമത്തെ വയസ്സിൽ പണിതതാണ്. പക്ഷേ അത് അങ്ങനെ ആ ചെറുപ്പകാലം തുടങ്ങി തന്നെ സിമെൻറ്റിൽ കുറക്കില്ല, പണിയിൽ ബലം കുറക്കില്ല. അത് എൻ്റെ കഴിവല്ല അത്, പക്ഷേ ഇവിടെ നിന്ന് തന്നിരിക്കുന്നതാണ് അതെല്ലാം. മുരുകൻ്റെ അനുഗ്രഹം ഒത്തിരി ഉള്ള ഒരാളാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പം നമ്മൾ മോപ്പിനെ കുറിച്ച് പൂർത്തിയായില്ല, മുരുകൻ വന്നിരിക്കുന്നത്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഒരു രൂപം പണിതിട്ടില്ല. പല കൃത്രിമ പണികളും പലതും ചെയ്യുമെങ്കിലും ചേട്ടനോട് പറഞ്ഞ് ചേട്ടൻ ഇങ്ങനെ മുരുകൻ്റെ വിഗ്രഹം വെക്കാം. അത് ചേട്ടൻ പറഞ്ഞ് ശരിയടാന്ന് പറഞ്ഞു. അത് ശരിക്കും വേറൊരാളെ കൊണ്ടാണ് പണിയിപ്പിക്കാൻ ഉദ്ദേശിച്ചത്, പണിയാൻ ആഗ്രഹിച്ചത്. പക്ഷെ നമുക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിനെ കൊണ്ട്. പിന്നീട് ഒരു 10 ദിവസത്തെ ഗ്യാപ്പിന് ഞാൻ തന്നെ ഇരുന്ന് പണി ചെയ്യുന്നു. ആ സമയത്തൂടെ കൊടിയേറിയത്തുണ്ട്, പണികൾ നടക്കുന്നുണ്ട്. അപ്പോഴും ചോദിക്കും ചേട്ടാ അത് കുഴപ്പമില്ല, നീ കൊണ്ടൊന്ന് വെച്ചാൽ മതി. ഈ വാക്കുകൾ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റൊരാളാണെങ്കിൽ പറയും നീ എന്തോ തീർത്തില്ലടാ എന്ന് ചോദിക്കും. പക്ഷെ എൻ്റെ നേരെ മറിച്ച് ചോദിച്ചത് കുഴപ്പമില്ലടാ, അത് നീ കൊണ്ടൊന്ന് വെച്ചാൽ മതി. ഇത് ഭയങ്കര വിജയമാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഇതിൻ്റെ സങ്കല്പം ഇതാണ്,
ഇവിടെ ഒരു മുത്തപ്പൻ്റെ ചരിത്രം ഉണ്ടായിരുന്ന ആ വിഗ്രഹം പുഴയിലേക്ക് പോയി. അതിനുശേഷം അത് മുങ്ങിയെടുക്കുന്നത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ മുങ്ങിയെടുത്ത് കഴിഞ്ഞപ്പോൾ മുരുകനെ വിളിച്ചെന്ന് പറയുന്നത്. അങ്ങനെ ആ വെള്ളത്തിലാണ് മുരുകൻ വരണത്. ആ വിഗ്രഹം കിട്ടുകയും ചെയ്ത് ആ ഒരു സങ്കല്പമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അത് പുഴയിലാണ്. 18 മലയിറങ്ങി മുരുകൻ പുഴയിൽ വന്ന് അനുഗ്രഹിച്ചിട്ടാണ് ഈ വിഗ്രഹം കിട്ടുന്നത്. ഈ അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിച്ചത്. പക്ഷേ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ചിന്തകളേ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് പ്രതിഷ്ഠ കഴിഞ്ഞ് താഴ്ത്തിറങ്ങി വന്നതിന് ശേഷമാണ് ഞാൻ ബേബിച്ചേട്ടനോട് പറഞ്ഞത്, ബേബിച്ചേട്ടാ അതിങ്ങനെ ഒരു സംഭവമാണ് ചെയ്തേക്കണേന്ന്. പക്ഷേ നാട്ടുകാരെല്ലാവരും അറിയണം. നാട്ടുകാർ ബേബിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പറയാൻ പറ്റിയ കുറേ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ്, അതായത് 18 മലയിറങ്ങി മുരുകൻ ചേന്നൂർ സുബ്രഹ്മണ്യനായിട്ട് ഇവിടെ വന്ന് വിളയാടണതാണ് ഈ സങ്കല്പം. അത് പൂർണ്ണമാണ്, സത്യമാണ്, വിജയവുമാണ്. അതുകൊണ്ടാണ് ഈ ദരിദ്രരായ ആളുകൾക്ക് ഇത്രയും വലിയൊരു ക്ഷേത്രം ഇവിടെ പണിയാൻ സാധിച്ചത്. അത് ആ ഭഗവാൻ ഒരാളിൽ അനുഗ്രഹം കൊടുത്തു എന്നുള്ളതാണ് സത്യമായ തെളിവ്. ഒരാളിൽ അനുഗ്രഹം കൊടുത്തു, അതാണ് സത്യം. അത് വളരെ വിജയമാണ്, ഗംഭീരമാണ്. ഇന്നും ആ ഒരാളാരാ? അത് ഇദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. അത് ഭയങ്കരമാണ്. സാധാരണക്കാരനായി ജീവിച്ചു വന്ന ഒരാളാണ് ഇന്ന് ഈ ക്ഷേത്രം ഇത്രയും ഗംഭീരമാക്കിയേക്കണം. ഇത് ഞങ്ങളുടെ ഒരു അംഗമാണ്. പിന്നെ പുള്ളി ചേന്നൂർ തിരുവപ്പ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പണിയൊക്കെ പുള്ളിയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ബന്ധം വെച്ച് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ ചാർജ് പുള്ളിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾ ഉദ്ദേശിച്ചിട്ട് കൂടുതൽ നല്ല ഭംഗിയായിട്ട് വന്നു? എല്ലാത്തിലും ഭംഗിയായിട്ടും വളരെ ഭംഗിയായിട്ടും മനോഹരമായിട്ടും വന്നു. ഫുൾ തൃപ്തനാണ്? പിന്നെ 100% തൃപ്തനാണ്. ആദ്യമായിട്ടാണ് ഒരു മുത്തപ്പൻ്റെ ക്ഷേത്രമാണ് ഇവിടെ ആദ്യം വന്നത്. മുത്തപ്പൻ ഇവിടെ ഈ നാട്ടിലെ ഒരു പ്രമാണി ജീവിച്ചിരുന്ന ഒരു ദൈവമായിട്ടാണ് എല്ലാവരും, എല്ലാ മതസ്ഥരും, വരാപ്പുഴ പള്ളിയാണെങ്കിലും ചേന്നൂർ അമ്പലത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിച്ചാണ് മുത്തപ്പൻ. ആ മുത്തപ്പനെയാണ് ഭാവിയിൽ മുത്തപ്പൻ്റെ കാലശേഷം വീടുകളിലാണ് ആരാധന ഉണ്ടായത്. ആ വീടുകളിലുള്ള ആരാധനക്ക് ശേഷമാണ് മുത്തപ്പൻ്റെ അമ്പലം പണിയാനായിട്ട് നമുക്കൊരു തീരുമാനം എടുക്കുകയും അതിനാദ്യമായിട്ട് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു എല്ലാ സർവ്വ ക്രിസ്ത്യാനി, ഹിന്ദു ചേന്നൂര് പള്ളിക്ക് ചിലയിടുന്നതിൻ്റെ തലേ ദിവസം തന്നെ മുത്തപ്പന് വേണ്ടിയുള്ള ഒരു ഈ പ്രദേശത്താണ് മുത്തപ്പന് ഒരു നാമധേയത്തിൽ അന്നൊരു കോലപ്പര കെട്ടി നമ്മുടെ കാർന്നന്മാർ അതിന് മുത്തപ്പനെ പ്രതീക്ഷിച്ചത്. പ്രധാനമായിട്ടും 41 ഉത്സവമാണ് കൊണ്ടാടിയിരുന്നത്. മുത്തപ്പൻ്റെ മുത്തപ്പൻ തുള്ളുമായിരുന്ന ആ കാലത്തൊക്കെ തുള്ളി ഓരോ വിഷയങ്ങൾ പറയാറുണ്ട്. വീടുകളിൽ ഇപ്പോഴും ആരാധിക്കുന്നുണ്ട്. ആ ക്ഷേത്രമാണ് പിൻകാലത്ത് മുരുകനെ പ്രതിഷ്ഠിക്കണമെന്ന് ഒരു ഭക്തൻ വന്ന് പറഞ്ഞതനുസരിച്ച് മുരുകൻ്റെ ക്ഷേത്രം ഇവിടെ വരുന്നത്.